പമ്പ നദിയിൽ ഒരു കുടുംബത്തിലെ 3 പേർ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. പത്തനംതിട്ട റാന്നി ചന്തക്കടവിലാണ് സംഭവം. ഉദിമൂട് സ്വദേശി അനിൽകുമാർ, മകൾ നിരഞ്ജന, സഹോദരന്റെ മകൻ ഗൗതം എന്നിവരാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് ഒരു കുടുംബത്തിലെ 3 പേർ പമ്പാ നദിയിൽ ഒഴുക്കിൽപ്പെട്ടത്. സഹോദരന്റെ വീട്ടിലെത്തിയ അനിൽകുമാറും കുടുംബവും ഗൗതത്തെ കൂട്ടി നദിയിൽ തുണി നനയ്ക്കാൻ എത്തിയപ്പോഴാണ് അപകടം സംഭവിച്ചത്. ആദ്യം ഗൗതമാണ് ഒഴുക്കിൽപ്പെട്ടതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. പിന്നീട് ഗൗതമിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ മറ്റു 2 പേരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. അവര് തുണി കഴിക്കൊണ്ടിരുന്ന കൂട്ടത്തില് മോൻ കൊച്ചനാന്ന് തോന്നുന്നു ആദ്യം ഒഴുകിയത്. അതിനെ രക്ഷിക്കാൻ അതിന്റെ അച്ഛന് ചാടിയത്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന മറ്റേ ആ പെങ്ങളും അതിൻ്റെ പുള്ളിയുടെ മോളും കൂടെ ഒഴുകിയത്. അപ്പോൾ പിന്നെ പുള്ളിക്കാരത്തെ ഞങ്ങൾ രക്ഷപ്പെടുത്തി, മറ്റവരെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റിയില്ല. ആൾക്കാർ വന്നപ്പോഴത്തേനും അവർ മുങ്ങി തന്നു. പരിചയമില്ല, ഇല്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് അവരെ കാണാം. അന്നേരം ചോദിച്ചാൽ പറഞ്ഞ് പുതുശ്ശേരി മലക്കാരാ, അതുപോലെ ഇവിടെ താമസിക്കുന്നത്, വെള്ളം ഇല്ലാത്തതിന് ഇവിടെ വന്നാണെന്ന് പറഞ്ഞു. ആഴമുണ്ട്, നല്ല ആഴമാണ്. മരിച്ച ഗൗതം 9ാം ക്ലാസ് വിദ്യാർത്ഥിയും നിരഞ്ജന 12ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. അനിൽ പെയിന്റിംഗ് തൊഴിലാളിയുമാണ്. റാന്നിയിൽ നിന്നെത്തിയ സ്കൂബ ഡൈവിംഗ് ടീമാണ് മൃതദേഹങ്ങൾ പുറത്തെടുത്തത്. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ, ആന്റണി MP, റാന്നി MLA പ്രമോദ് നാരായണൻ തുടങ്ങിയവർ സംഭവസ്ഥലം സന്ദർശിച്ചു. റാന്നി ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹങ്ങൾ തുടർ നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. കൈരളി ന്യൂസ്, പത്തനംതിട്ട.